ഹായ് ഫ്രണ്ട്സ്, 2025 നമ്മളെല്ലാവരും സിനിമാസ്വാദകരെല്ലാവരും കാത്തിരിക്കുന്ന ഒന്ന് രണ്ട് സിനിമകളാണ് ഈ അടുത്ത ദിവസം ഇറങ്ങാൻ പോകുന്ന എമ്പുരാൻ, മമ്മൂട്ടിയുടെ ബസൂക്ക, അതേപോലെ മോഹൻലാലിൻ്റെ ഒരു തുടരും. ഇതിൽ തുടരും സിനിമയ്ക്കൊരു പ്രത്യേകതയുണ്ട്. ആ ഒരു പഴയകാല മോഹൻലാലിനെ നമുക്ക് തിരിച്ചു കിട്ടുന്നു എന്ന് ഫീൽ ചെയ്യിക്കുന്ന ഒരു തരത്തിലുള്ള മാർക്കറ്റിങ്ങും പടങ്ങളും അതിൻ്റെ പോസ്റ്ററുകളും കാണുമ്പോൾ അതുതന്നെയാണ് ഫീൽ ചെയ്തിരുന്നത്. ആ ഒരു വിൻറ്റേജ് ലാലേട്ടനെ നമുക്ക് തിരിച്ചു കിട്ടുമോ ഇല്ലയോ എന്നാണ് പലരും സോഷ്യൽ മീഡിയയിലൊക്കെ സിനിമാസ്വാദകർ ചർച്ച ചെയ്യുന്നത്. മോഹൻലാലിൻ്റെ പഴയ സിനിമകളൊക്കെ കണ്ടിട്ടില്ലേ? നമ്മളിൽ ഒരാളായി നമ്മുടെ തന്നെ ഗ്രാമവീഥികളിലൂടെ പോകുന്ന ഒരു ചെറുപ്പക്കാരനായി ആ ഒരു ലാലേട്ടൻ, അല്ലെങ്കിൽ വീട്ടിലെ പ്രാരാബ്ദങ്ങളോട് മല്ലടിക്കുന്ന ഒരു ചെറുപ്പക്കാരനായി ആ ഒരു നമ്മളൊക്കെ കണ്ടു വളർന്ന ആ ഒരു ലാലേട്ടൻ തിരിച്ചു വരികയാണോ എന്ന് തോന്നിപ്പിക്കുന്ന ഒരു സിനിമയാണ് തുടരും എന്നാണ് എല്ലാവരും വിശേഷിപ്പിക്കുന്നത്. ഇന്നതിൻ്റെ ട്രെയിലർ പുറത്തിറങ്ങുകയുണ്ടായി. നമ്മുടെ സിനിമാ നടി ചിപ്പിയുടെ ഹസ്ബൻഡ് അവരാണ് ആ ചിത്രം നിർമ്മിക്കുന്നതെന്ന് തോന്നുന്നു. അവരുടെ ഒഫീഷ്യൽ പേജിലൂടെയാണ് ട്രെയിലർ പുറത്തിറങ്ങിയിരിക്കുന്നത്. ആ ട്രെയിലറിൻ്റെ വിശേഷങ്ങളാണ് ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. കഴിയുമെങ്കിൽ സിനിമാ വിശേഷങ്ങൾക്കായി ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചുകൊള്ളൂ. തുടരും എന്ന സിനിമയ്ക്ക് ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, വർഷങ്ങൾക്കിപ്പുറം മോഹൻലാലും ശോഭനയും ഒന്നിക്കുന്നൊരു ചിത്രം തന്നെയാണ്. രണ്ട് സൂപ്പർ ഹിറ്റുകൾക്ക് ശേഷം തരുൺ മൂർത്തിയുടെ സംവിധാനത്തിൽ ഒരുങ്ങുന്ന ചിത്രം എന്നിങ്ങനെ തുടരുവിന് നിരവധി പ്രത്യേകതകളുണ്ട്. ചിത്രത്തിൻ്റെ ട്രെയിലർ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് വളരെയേറെ അതായത് കോമഡി മുഹൂർത്തങ്ങളും ഫാമിലി ഇമോഷൻസും പഴയൊരു മോഹൻലാലിൻ്റെ ഒരു കോമഡിയൊക്കെ ചെയ്യുന്ന ആ ഒരു സീനൊക്കെ ട്രെയിലറിലുണ്ട്. മോഹൻലാലിൻ്റെ ഒരു പക്ക എനർജറ്റിക് പെർഫോമൻസ് തന്നെയായിരിക്കും തുടരും എന്ന സിനിമയിലേത് എന്ന ഒരു സൂചനയാണ് ട്രെയിലർ സൂചിപ്പിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. ചിലർ വിമർശിക്കുന്നുണ്ട് കോമഡിയൊക്കെ പഴയ പോലെ ഒത്തില്ല എന്നൊക്കെ. പക്ഷേ ആ ഒരു അഭിപ്രായം എനിക്കില്ല കേട്ടോ. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഒരു ഫാമിലി ഡ്രാമ സ്വഭാവത്തിൽ ഒരുങ്ങുന്ന തുടരും എന്ന സിനിമയുടെ ഒരു ടാക്സി ഡ്രൈവറുടെ വേഷത്തിലാണ് മോഹൻലാൽ എത്തുന്നതായാണ് വിവരം. മോഹൻലാലും ശോഭനയും 20 വർഷങ്ങൾക്ക് ശേഷം ഒന്നിക്കുന്ന ചിത്രം കൂടിയാണ് തുടരും. 2004 ജോഷി സംവിധാനം ചെയ്ത മാമ്പഴക്കാലത്തിലാണ് ഇരുവരും അവസാനമായി ജോഡികളായത്. 2009 റിലീസ് ചെയ്ത സാഗർ ഇലിയാസ് ജാക്കി എന്ന ചിത്രത്തിൽ ഇരുവരും ഒന്നിച്ച് അഭിനയിച്ചിരുന്നു. പക്ഷേ മനോജ് കെ.ജെൻ്റെ പേരായിട്ടാണ് ശോഭന അഭിനയിച്ചത്. തുടരും എന്ന സിനിമ പുതിയതായ ഒരു സംവിധായകനാണ് ചെയ്യുന്നത്. അദ്ദേഹം വളരെ ബ്രില്യൻ്റ് ആയിട്ടാണ് ആ സിനിമ ചെയ്തിരിക്കുന്നതെന്ന് മോഹൻലാൽ തന്നെ പറയുകയുണ്ടായി. ദൃശ്യം പോലെ ഒരു സിനിമയാണ്. സിനിമയുടെ കുറിച്ച് ഗലാട്ട പ്ലസിന് നൽകിയ അഭിമുഖത്തിലാണ് മോഹൻലാൽ ഇങ്ങനെ പറഞ്ഞത്. ഓപ്പറേഷൻ ജാവ, സൗദി വെള്ളയ്ക്ക എന്ന സിനിമകൾ നിങ്ങൾ കണ്ടിട്ടില്ലേ? സൗദി വെള്ളയ്ക്ക കിടുക്കൻ മൂവിയല്ലേ? ഓപ്പറേഷൻ ജാവ ആ ഒരു കോവിഡിന് ശേഷം സിനിമ തിയേറ്ററുകളിലേക്ക് ആളെ എത്തിച്ച ഒരു സിനിമയായിരുന്നു. ഈ സിനിമയൊക്കെ സംവിധാനം ചെയ്ത തരുൺ മൂർത്തി സംവിധാനം ചെയ്യുന്ന ചിത്രമാണിത്. രജപുത്ര വിഷ്വൽസ് മീഡിയ ബാനറിൽ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, എം രഞ്ജിത്ത്, അതായത് ചിപ്പിയുടെ ഹസ്ബൻഡാണ് ചിത്രം നിർമ്മിക്കുന്നത്. ചിത്രത്തിന് തിരക്കഥയൊരുക്കുന്നത് സംവിധായകൻ തരുൺ മൂർത്തിയും KR സുനിലും ചേർന്നാണ്. ഏതായാലും ഇത് വിജയമാകട്ടെ എന്ന് പ്രാർത്ഥിക്കാം നമുക്ക്. അതിക്ക് മുമ്പ് നാളെ എമ്പുരാൻ ഇറങ്ങുന്നുണ്ട്. അതിൻ്റെ റിപ്പോർട്ടുകളുമായി കാണുന്നത് വരെ എല്ലാവർക്കും വണക്കം. കഴിയുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.